അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം കൂടി ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നത്. നാട്ടിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തീരാനുള്ള പരിഹാരമെന്നോണം കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടി കടപ്പുറത്ത് പണക്കാട് കുടുംബത്തിലെ ഒരു മെമ്പർ പഴമറിഞ്ഞ സംഭവം ഏതാനും ആഴ്ചകളായി നാട്ടിൽ ചർച്ചയാണ്. അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ ഇതിനു മുമ്പേ തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ രംഗത്തിറങ്ങി. അതിന് മറുപടി എന്നോണം സമസ്തയുടെ ആലയത്തിൽ നിന്ന് പലരും രംഗത്ത് വരികയും പലതരം വ്യാഖ്യാനങ്ങൾ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കൂഞ്ഞിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അതിനിടയിലാണ് മറ്റൊരു തങ്ങൾ ഒരു പ്രത്യേകമായ ദിക്റുണ്ടാക്കി പ്രത്യേകമായ ദിവസം വെച്ച് പ്രത്യേകമായ എണ്ണം വെച്ച് അന്നത് ചൊല്ലണമെന്നും ചൊല്ലിയാൽ എല്ലാ മുസീബത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നുമുള്ള ആഹ്വാനവുമായി വീണ്ടും രംഗത്ത് വന്നത്. തങ്ങൾ എന്തു പറഞ്ഞാലും അതൊക്കെ മതമായി സ്വീകരിക്കുന്ന അനുയായികൾ അതിനും ന്യായീകരണവുമായി ഇറങ്ങാൻ ശ്രമിച്ചു. ഒന്നിലേറെ മുസ്ലിയാക്കന്മാർ രംഗത്തിറങ്ങി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇവിഷയമായി ഒരു വിശദീകരണവുമായി ഇറങ്ങുകയും ബഹുമാനായ ഹുസൈൻ സലഫി വളരെ വ്യക്തമായി പ്രാമാണികമായി അതിന് ഖണ്ഡനം നൽകുകയും ചെയ്തു. സലഫി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത അമ്പലക്കടവ് ഫൈസി സ്വന്തം അനുയായികളെ പോലും അംഗീകാരമോ അവിടെ പോലും ഒരു സപ്പോർട്ടോ കിട്ടുന്നില്ല എന്ന വേദനയിൽ വീണ്ടും മറുപടി എന്ന പേരിൽ ഒന്ന് പറഞ്ഞു വെച്ചുവെന്ന് വെളുത്തി തീർത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി ഹുസൈൻ സലഫിയെപ്പോൾ ആളുകൾ ഇറങ്ങേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്നത്. അമ്പലക്കടവ് ഫൈസി എന്നും അങ്ങനെയാണ്. എവിടെയെങ്കിലുമൊക്കെ വന്ന് ഒന്ന് സ്വകാര്യത്തിൽ വല്ലതുമൊക്കെ പറഞ്ഞുവെന്ന് വരുത്തി രക്ഷപ്പെടാറാണ് പതിവ്. പിന്നെ ആ വഴിക്ക് അദ്ദേഹത്തെ കാണാറില്ല. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ മുമ്പിൽ വെച്ച് ഹമീദ് ഫൈസി ഒരിക്കൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ സംസാരിച്ച് നോക്കിയെങ്കിലും ശക്തമായ ഭാഷയിൽ നാം അവിടെ ചെല്ലുകയും വെല്ലുവിളിക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് ഹമീദ് ഫൈസിയെ ആ വഴിക്ക് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനേറെ ഹമീദ് ഫൈസിയുടെ നാട്ടിൽ അമ്പലക്കടവിൽ തന്നെയും അദ്ദേഹത്തെ വ്യക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടും അദ്ദേഹം അത് കേട്ട ഭാവം നടിച്ചിട്ടില്ല. സ്വന്തം അനുയായികൾ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നും ഇത്തരം ചില സംസാരങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ചില ഹിഡൻ അജണ്ടകൾ സ്വന്തം പാളയത്തിൽ തന്നെ ചർച്ചയാണ് എന്നുമുള്ളത് എല്ലാവരേക്കാളേറെ ഹമീദ് ഫൈസിക്ക് തന്നെയാണ് അറിയാവുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംസാരത്തിനും വ്യക്തമാണ്. പാണക്കാട് തങ്ങന്മാരുമായി ബന്ധപ്പെട്ട ചർച്ച നീണ്ടുപോകുന്നതിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആദർശപരമായ വിയോജിപ്പ് അത് ആരോടാണെങ്കിലും തുറന്നു പറയാൻ യാതൊരു പ്രയാസവുമില്ല. അതേസമയം ഓരോരുത്തർക്കുമുള്ള സ്ഥാനവും നിലയും വിലയുമൊക്കെ അത് അറിഞ്ഞും അംഗീകരിച്ചും തന്നെയാണ് നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. മുജാഹിദുകൾ പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുവാനായി അവർ ചെയ്യുന്ന ഉറുക്കിനെ, മന്ത്രത്തിനെ, മന്ത്രവാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നത്, ആക്ഷേപിക്കുന്നത്, അവയെല്ലാം ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ തങ്ങന്മാരെ വിമർശിച്ചതല്ലേ, നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് എന്നാണ് ഫൈസി അവസാനത്തെ സംസാരത്തിൽ ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിനെ ഒന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നിഷേധിക്കേണ്ട കാര്യവുമില്ല. വ്യക്തിപരമായ വിമർശനങ്ങളോ വ്യക്തിപരമായ ആക്ഷേപങ്ങളോ പാണക്കാട് തങ്ങന്മാരെ എന്നല്ല ഒരാളെക്കുറിച്ചും മുജാഹിദുകൾ പറയാറില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേസമയം ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളുമൊക്കെ അത് എത്ര വലിയവർ കൊണ്ടുവന്നാലും അത് ഷിർക്കായത് ഷിർക്കാണ് എന്നും ബിദ്അത്തായത് ബിദ്അത്താണ് എന്നുമൊക്കെ തുറന്നു പറയാൻ മുജാഹിദുകൾ മടിച്ചിട്ടില്ല.
ഇനിയൊട്ട് മടിക്കുകയുമില്ല. അവിടെ നടക്കുന്ന അനാചാരങ്ങളെ എന്നും തുറന്നു കാണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയെങ്കിലും നിർത്തിക്കിട്ടുമെന്ന ഒരു വ്യാമോഹം ഫൈസിക്കുണ്ടെങ്കിൽ തൽക്കാലം നടക്കില്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തങ്ങന്മാരെ വ്യക്തിപരമായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിമർശിക്കുന്നത് മുജാഹിദുകളല്ലെന്നും അത് സമസ്തക്കാർ തന്നെയാണ് എന്നും ഹുസൈൻ സലഫി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെ വ്യക്തമായി ന്യായങ്ങൾ നിരത്തി വിശദീകരിച്ചതിന് ഹമീദ് ഫൈസിക്ക് കാര്യമായി ഒന്നും പറയാനില്ല. തൽക്കാലം രക്ഷപ്പെടാനായി അത് ഏതോ ചില ആളുകൾ സോഷ്യൽ മീഡിയ എന്തെങ്കിലും എഴുതിയാൽ ഇത് സമസ്തക്ക് ബാധകമല്ല എന്നും, പിന്നെ പാണക്കാട്ട് 2 ചെറുപ്പക്കാർ മുജാഹിദുകളെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ ആക്ഷേപിച്ചതാണ് എന്നുമൊക്കെ പറഞ്ഞ് തടി തപ്പാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്ത് 2 ചെറുപ്പക്കാരായാൽ അവർ അഹ്ലുബൈത്തല്ല എന്നുണ്ടോ? അവർക്ക് പിന്നെ പരമ്പര ബാധകമല്ല എന്നുണ്ടോ? അവർക്ക് ഈ മഹത്വങ്ങളൊന്നും ഇല്ല എന്നാണോ? അതോ ആ ചെറുപ്പക്കാരേക്കാൾ മേലെ കയറി നിൽക്കാനുള്ള ഫൈസിയുടെ ഉള്ളിലുള്ള സ്വാർത്ഥമായ താല്പര്യം, ആ ഒരു ദുശ്ചിന്ത, അതാണോ ആ വരികളുടെ പുറത്തേക്ക് വരുന്നത് എന്നൊരാൾ സംശയിച്ചാൽ അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. തീർച്ചയായും നിങ്ങൾ കേവലമായ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി, കേവലമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചതിന് യാതൊരു കയ്യും കണക്കുമില്ല. ഇരുവിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാർ എത്രയാണ് തങ്ങളുടെ മറുപക്ഷത്തായി എന്ന ഒറ്റക്കാരത്താൽ വലിയ വലിയ ആലിമീങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നവരെ തന്നെ നിങ്ങൾ ആക്ഷേപിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ നയം സ്വീകരിക്കുന്ന പണ്ഡിതന്മാരെ മുഴുവനും പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നു. അതല്ലാതെ ബിദ്അത്തിൻ്റെയും ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും വാഹകരായി നടക്കുന്നവരെ ആ തരത്തിൽ വിമർശിക്കേണ്ടുന്ന, എതിർക്കേണ്ടുന്ന ബാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അഹ്ലുസുന്നയുടെ വക്താക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങളതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാൽ ആ വിമർശനം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒഴിവാക്കി തൗഹീദിൻ്റെ മാർഗത്തിലേക്ക്, സുന്നത്തിൻ്റെ മാർഗത്തിലേക്ക്, അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരികയല്ലാതെ മറ്റു മാർഗമില്ല എന്നേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. പിന്നീട് ഹമീദ് ഫൈസിയുടെ വലിയൊരു വേദന, പാണക്കാട് തങ്ങന്മാർ ഉറുക്കെഴുതുന്നത് മറഞ്ഞിരുന്ന് വീഡിയോ പിടിച്ച് അറബിയിലാക്കി അറബികൾക്കിടയിലേക്ക് അത് പ്രചരിപ്പിച്ചുവെന്നാണ്. അവിടെ ഫൈസി പറയാതെ പറഞ്ഞു പോയ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഫൈസിയുടെ വിശ്വാസപ്രകാരം പാണക്കാട് തങ്ങന്മാർ ചെയ്യുന്നൊരു ചെയ്തി മറഞ്ഞിരുന്ന് എങ്ങനെയാണ് വീഡിയോ പിടിക്കാൻ കഴിയുക? കാരണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ എന്ന് ഇവിടെയൊക്കെ കഴിവായി, കറാമത്തായി, സിദ്ധിയായി വിശ്വസിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ? അതോ അവർക്ക് ആ സിദ്ധി ഇല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായോ? പിന്നെ എങ്ങനെ മറഞ്ഞിരിക്കാൻ കഴിയും? എവിടെ മറഞ്ഞിരുന്നാലും അവർ കാണുമെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അപ്പം നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ വിരുദ്ധമായി നിങ്ങളെ ഫിത്രത്ത് ഇപ്പോൾ പുറത്തേക്ക് വന്നുവെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തതാണോ നിങ്ങൾക്ക് കുഴപ്പം? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയും ഒരു വീഡിയോയാക്കി ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നും ഈ ഉറുക്കും ഏലസുമെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇതാണ് അഹ്ലുസുന്ന എന്നും അറബിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്കറിയാം അത് അഹ്ലുസുന്നയല്ല എന്ന്. അഹ്ലുസുന്നയുടെ നേതാക്കന്മാരും പണ്ഡിതന്മാർക്കും ഇടയിൽ ഇത് നൽകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങളത് പുറത്തു കൊണ്ടുവന്നു. കാരണം നിങ്ങൾ പുറത്ത് പലയിടത്തും പോകുമ്പോൾ നിങ്ങൾ അഹ്ലുസുന്നയുടെ ആളുകളായി ചമയുകയും വ്യാജമായ അഹ്ലുസുന്നയുടെ പേരിൽ അവിടെയൊക്കെ കയറിപ്പറ്റാൻ ശ്രമിക്കുകയും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളൊക്കെ തനി നിറം ഇതാണ്, ഇത് അഹ്ലുസുന്നയുടെ നയമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ തന്നെ ചെയ്തികളെ പലപ്പോഴും ഇതുപോലെ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരുകയും ചെയ്യുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും നിരത്തി തൽക്കാലം ഇത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഫൈസി വിചാരിക്കേണ്ടതില്ല. 2 കാര്യങ്ങൾക്ക് ഫൈസി ഇവിടെ കൃത്യമായ വിശദീകരണം നൽകിയേ പറ്റൂ. ഒന്ന്, കടലിൽ പഴമെറിഞ്ഞത് അത് സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക തന്നെയായിരുന്നു. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, ഉമർ ഖത്താബിൻ്റെ പേരിൽ ഒരു കഥയുണ്ടാക്കി അതിൽ തൂങ്ങാൻ ചിലർക്ക് ശ്രമിച്ചുവെങ്കിലും അതൊന്നും വിലപ്പോവില്ല എന്ന് സമൂഹത്തിന് ബോധ്യമായി. അതേസമയം കടലിൽ പഴമെറിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, വിപത്തുകൾ മാറിക്കിട്ടുമെന്ന് ഈ സമൂഹത്തെ കൊണ്ട് തെറ്റായി വിശ്വസിപ്പിക്കുന്ന വിശ്വാസത്തിന് എന്തടിസ്ഥാനമാണ് ഉള്ളത് എന്ന് എത്ര രീതികളിൽ ഏതെല്ലാം ആളുകൾ നിങ്ങളോട് ചോദിച്ചു. ഒരാൾക്കെങ്കിലും കൃത്യമായി പ്രാമാണികമായി മറുപടി പറയാൻ കഴിഞ്ഞുവോ? ഇനിയും കഴിയില്ല എന്നറിയാം. എന്നാലും ഒന്നുകൂടെ ചോദിക്കുന്നു, എന്തു ന്യായമാണ് അതിനുള്ളത്? രണ്ടാമത്, ഏറ്റവും അവസാനമായി തങ്ങൾ ചെയ്ത വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഒരു പ്രത്യേകമായ ദിവസത്തിൽ മഗ്‌രിബിന് ശേഷം ഓതാൻ പറയുകയും അതിൽ തന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ ആ ആയത്ത് 1111 തവണ ആവർത്തിച്ചു ചൊല്ലാനും, അങ്ങനെ ചൊല്ലിയാൽ
എല്ലാ ബുദ്ധിമുട്ടും എല്ലാ വിഷമങ്ങളും വിശിഷ്യ കോവിഡുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധികളും ഒഴിവായി കിട്ടുമെന്നുള്ള തങ്ങളുടെ പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് ന്യായമുണ്ടോ, അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാം. എന്നാൽ ഇപ്പോൾ ഫൈസി കണ്ടെത്തിയ മാർഗം, ഇതിൽ ഏതാ തെറ്റ്? യാസിൻ ഓതിയതാണോ കുഴപ്പം, ഈ ആയത്ത് ഓതിയതാണോ കുഴപ്പം, ഇത് ഖുർആനല്ലേ എന്നാണ്. മറ്റൊരു മുസ്ലിം അതിനിടയിൽ രംഗത്ത് വന്നുകൊണ്ട് അയാളും പറയാൻ ശ്രമിച്ചു, ഇതാ ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഹുസൈൻ സലഫി പറയുന്നത്, ഖുർആൻ ഓതൽ ബിദ്അത്താണ് എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കാൻ മറ്റൊരു മുസ്ലിം ശ്രമിച്ചു. പക്ഷേ അയാളെ പിന്നധികമൊന്നും കണ്ടിട്ടില്ല. അയാളെ വീഡിയോയും ഈ ഫൈസിയുടെ വീഡിയോയും ഒക്കെ എത്ര പേർ കണ്ടുവെന്ന് ഒന്ന് കയറി നോക്കിയാൽ അറിയാം. തുച്ഛമായ ആളുകൾ മാത്രമാണ് ലൈവിലായാലും ശേഷമായാലും കണ്ട് എന്നത് തന്നെ സ്വന്തം അനുയായികൾ തന്നെ ഇവിടെ ഈ ചെയ്തിക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഫൈസി ഇവിടെ ഈ സൂറത്ത് ഓതാൻ പറഞ്ഞതും ഈ ആയത്ത് ആവർത്തിക്കാൻ പറഞ്ഞതും ആ ദിവസം ആ സമയം ഓതാൻ പറഞ്ഞതും അതിന് പ്രത്യേകമായ മഹത്വം പറഞ്ഞതും എല്ലാം തെറ്റു തന്നെയാണ്. എല്ലാം തെറ്റു തന്നെയാണ്. കാരണം എന്താ? പ്രത്യേകമായ സമയം വെച്ചു, പ്രത്യേകമായ എണ്ണം വെച്ചു, ആ എണ്ണം ചില ഇന്ന നേട്ടമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞു, അത് ഒരു ആഹ്വാനമായി നൽകി, അതൊരു ഇബാദത്തിന്റെ പരിവേഷം നൽകി, മതപരമായ ഒരു ഭാഗമായി സമുദായത്തെ വിശ്വസിപ്പിച്ചു, സമുദായത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അത് മുഴുവനും തെറ്റായി മാറുന്നു. ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, അതിലെല്ലാം തെറ്റു തന്നെയാണ്. യാസിൻ ഓതാൻ പാടില്ല എന്നാണോ? അല്ല, യാസിൻ നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു, ഏത് സൂറത്ത് നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന ദിവസം ഇന്ന സമയം ഇത്ര എണ്ണം ഈ സൂറത്ത് ഓതിയാൽ, അതിൽ ഈ ആയത്ത് ഇത്ര പ്രാവശ്യം ആവർത്തിച്ചാൽ ഇന്ന മെച്ചമുണ്ട് എന്ന് സൂഫികൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ, ത്വരീഖത്തുകാർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന ഞങ്ങൾ പറഞ്ഞ അതേ മറുപടി ഇപ്പോഴും ആവർത്തിക്കുക തന്നെയാണ്. അതിന് തെളിവെന്നോണം ഷെയ്ഖ് ജിലാനിയുടെയും അതേപോലെ ഗസാലി റഹിമയുടെയും ഒക്കെ കിതാബിൽ വന്ന ചില പരാമർശങ്ങളെ ശേഷക്കാരായ പണ്ഡിതന്മാർ തിരുത്തിയത് ഹുസൈൻ സലഫി അവിടെ സംസാരിച്ചിരുന്നു. അതെന്താ മുസ്ലിയാരുടെ മറുപടി? ഓഹോ, അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, അവരൊക്കെ പണ്ഡിതോചിതമായി കൈകാര്യം ചെയ്യും, അവരെപ്പോലെ നിങ്ങളുമായോ, അവിടെ അതൊക്കെ വേറെ ഇത് വേറെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഫൈസി ഒരു കാര്യം മനസ്സിലാക്കണം, ജിലാനി പറഞ്ഞ ഹദീസ് അത് സ്വഹീഹാണെന്ന് ജിലാനി പറയുകയും ദഈഫാണെന്ന് നബി ഇമാം പറയുകയും അല്ല ചെയ്തത്. നേരെ മറിച്ച് ഒരു നിസ്കാരം സുന്നത്താണ് പഠിപ്പിക്കുകയും എന്നാൽ അത് സുന്നത്തല്ലെന്നും അത് ബിദ്അത്താണ് എന്നും വൈൻ വഖഅ ഫീ ബഅദി കുതുബിൽ അകാബിരി, വലിയ ചില ആളുകളെ കിതാബിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല, അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ് അതിനെ നിരാകരിച്ചതാണ് നബി ഇമാം റഹിമഹുല്ലാഹ് ചെയ്തത്. അത് കേവലം ഹദീസ് ലോകത്തെ സ്വഹീഹിൻ്റെയും ദഈഫിൻ്റെയും സ്വീകാര്യതയും അസ്വീകാര്യതയും ഒരു മാറ്റുരക്കലായി മാത്രം ചെറുതായി കാണേണ്ടതില്ല എന്നേ സൂചിപ്പിക്കാറുള്ളൂ. ഞങ്ങളാരും ഗസാലിയെപ്പോലെ നിലവാരത്തിലേക്ക് എത്തിയെന്നോ, ഞങ്ങളാരും നബി ഇമാമിൻ്റെ ദറജയിലേക്ക് എത്തിയെന്നോ, ഷെയ്ഖ് ജിലാനിയുടെ ദറജയിലേക്ക് എത്തിയെന്നോ, വൈജ്ഞാനികമായി അത്രയും ഉയർന്നവരാണ് എന്നോ ഞങ്ങൾക്കാർക്കും വാദമില്ല. ഫൈസിയും പറഞ്ഞുവല്ലോ, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരാരും ആ വലിയ ദറജയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയുന്നവർ ഇല്ല. ശരിയാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ അതിനർത്ഥം ഏതെങ്കിലും ഒരാൾ ബിദ്അത്ത് ചെയ്താൽ, ഏതെങ്കിലും ഒരാൾ തെറ്റായ കാര്യം കൊണ്ടുവന്നാൽ അത് ശരിയല്ല എന്ന് പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബിദ്അത്തുകളെ, ശിർക്കുകളെ, അന്ധവിശ്വാസങ്ങളെ എങ്ങനെയാണ് ഫൈസി, ആർക്കാണ് ഇവിടെ വിമർശിക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടാവുക? അതിനത് ന്യായമല്ല. പിന്നെ ഫൈസി ന്യായമായി പറഞ്ഞത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസവും 12,000 തവണ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറയുമായിരുന്നുവെന്നാണ്. ആർക്കാ വിരോധമുള്ളത്? അതാരാ ബിദ്അത്ത് എന്ന് പറഞ്ഞത്? അബൂ ഹുറൈറ പറഞ്ഞു, എല്ലാ ദിവസവും 12,000 ചൊല്ലിയാൽ ഇന്ന കൂലി കിട്ടുമെന്ന്. അദ്ദേഹം പറഞ്ഞു, കൊല്ലത്തിലൊരു ദിവസം പ്രത്യേകം തിരഞ്ഞെടുത്ത് അന്ന് ഇസ്തിഗ്ഫാർ 12,000 വേണമെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് അദ്ദേഹം ഒരു എണ്ണം സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വിരോധമുണ്ടോ? പലരും എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതുന്നവരുണ്ട്, ചിലർ 2 ജുസ് ഖുർആൻ ഓതുന്നവരുണ്ട്, ചിലർ ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്നവരുണ്ട്, ചിലർ 10 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്നവരുണ്ട്. ആരെങ്കിലും പറഞ്ഞോ അത് പാടില്ല എന്ന്? ധാരാളമായി നിസ്കരിക്കുന്നവരുണ്ട്. ശരിയാണ്, സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്, താബിഈങ്ങളുണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട് പലരും ധാരാളമായി നിസ്കരിക്കുന്നവർ. ആരെങ്കിലും പറഞ്ഞോ ബിദ്അത്താണ് എന്ന്? നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന ഒരു ഹിസ്ബിനെ, നിങ്ങൾ ആരെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന സ്ഥിരപ്പെട്ട ദിക്റുകളെ നമ്മളാരെങ്കിലും അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ചു വന്ന് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞു? പാണക്കാട്ടെ തങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നുവെങ്കിൽ എത്ര പേജാ ഓതുന്നു എന്ന് അന്വേഷിച്ചു വന്ന്, ഓഹോ അത്ര പേജ് ഓതാൻ പറ്റില്ല, അത് ബിദ്അത്താണ് എന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞോ? നേരെ മറിച്ച് ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ ആയത്തിനെ 1111 പ്രാവശ്യം ഇത്ര മണി മുതൽ ഇത്ര മണി വരെയായി ഇന്ന സമയത്തിനുള്ളിലായി
ഓതി തീർക്കണമെന്നും അത് ഓതിയാൽ ഇന്ന നേട്ടമുണ്ട് എന്നും പറയുമ്പോഴാണ് അത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നത്. അതിന് അബൂ ഹുറൈറയുടെ സംഭവമോ റിഫാഅത്ത് ബിൻ റാഫിഇന്റെ സംഭവമോ ബിലാൽ റളിയല്ലാഹുവിന്റെ സംഭവമോ ഒരിക്കലും തെളിവല്ല. വെറുതെ ഫൈസി കുറച്ച് കിതാബും കൊണ്ട് വന്നിട്ട് ഇതൊക്കെ വായിച്ചു എന്ന് വെളുത്തി തീർത്തു എന്നല്ലാതെ മറ്റെന്താണ് അതിലുണ്ടായത്? അബൂ ഹുറൈറ ചെയ്തത് നമുക്കും ചെയ്യാൻ വിരോധമില്ല. 10,000 12,000 1000 5000 ഒരാൾക്ക് എത്രയാണോ സൗകര്യം അയാൾക്ക് തിരഞ്ഞെടുക്കാം. അതിനാർക്കും ഒരു ആക്ഷേപവും ഒരാളും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം റബ്ബിനെ സ്തുതിക്കുന്ന ഒരു ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ റസൂൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്ഥിരപ്പെട്ടു പോയില്ലേ? നബി അംഗീകരിച്ചു. അത് വഹി ഇറങ്ങുന്ന കാലമാണ്, ശരീഅത്ത് പൂർണ്ണമാവാത്ത കാലമാണ്, മത നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വഹി വരാൻ പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ സ്വഹാബിയെ ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരായത്ത് വഹിയായി വരും, ഒരു ഹദീസ് വഹിയായി വരും. അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ സംഭവം ഉണ്ടാകും, ആ സംഭവത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരായത്തിറങ്ങും. അങ്ങനെ തന്നെയല്ലേ ഇസ്ലാം പൂർത്തിയായത്? ഒരു ദിക്ർ ചൊല്ലി അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ ദിക്ർ ഏറ്റെടുക്കാൻ മലക്കുകൾ വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയും ആ ദിക്റിന് അംഗീകാരം നൽകുകയും ചെയ്തു. അതോടെ സുന്നത്തായി മാറി. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് വഹി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതല്ലാതെ നബി തങ്ങൾ ദീന് പൂർത്തിയായി പഠിപ്പിച്ച് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തും ഓതി പഠിപ്പിച്ച് പോയതിനു ശേഷം പിന്നെ ആരെങ്കിലും സഹാബി ഒരു പുതിയ ദിക്ർ ഉണ്ടാക്കി, ഒരു പുതിയ സ്വലാത്ത് ഉണ്ടാക്കി, ഈ സഹാബിയോ അല്ലാത്ത സഹാബിമാരോ അങ്ങനെ ചെയ്ത വല്ലതുമുണ്ടോ? എവിടെയുമില്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ സംഭവത്തെ പറയുന്നിടത്ത് ഫതുഹുൽ ബാരിയിൽ നിന്ന് ഹമീദ് ഫൈസ് അമ്പലക്കടവ് അസ്ഥാനത്ത് ഉദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് വായിച്ചിട്ട് എന്താ കിട്ടിയത് എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും ഒരു പക്ഷേ ഇയാൾക്ക് എന്തോ കാര്യമായി കിട്ടാനുണ്ട് എന്ന. ആകെ വായിച്ചത് എന്താ? എന്ന ഒരു ഇബാദത്തിന് സമയം നിശ്ചയിക്കാൻ സ്വയം ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഗവേഷണം നടത്തൽ അനുവദനീയമാണ്. ഒരു ഇബാദത്ത് ചെയ്യാൻ എനിക്ക് എപ്പോഴാ പറ്റിയ സമയം, എനിക്ക് വേണമെങ്കിൽ ആലോചിച്ചുണ്ടാക്കി ഒരു സാഹചര്യം അതിന് കണ്ടെത്താമെന്നാണ്. അല്ലാതെ ഇജ്തിഹാദ് ചെയ്ത് പുതിയ ദിക്ർ ഉണ്ടാക്കാമെന്നാണോ, പുതിയ ഇബാദത്ത് ഉണ്ടാക്കാമെന്നാണോ? ഫതുഹുൽ ബാരിയിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വായിക്കൂ. സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി ഫതുഹുൽ ബാരി വായിക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഫതുഹുൽ ബാരി വരി വായിക്കുകയും എന്നിട്ട് ഇയാൾ ഉദ്ദേശിച്ച ഒന്ന് തെളിവാണ് എന്ന മട്ടിൽ അത് അവതരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇമാം മുസ്ലിമിന്റെ മറ്റൊരു ഹദീസ് അദ്ദേഹം പറഞ്ഞു, മന്നാം അൻ ഹിസ്ബിഹി ഔ ശൈഇൻ മിൻഹു, ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന ദിക്റുകൾ, സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകൾ, അതിൽ രാത്രി അല്ലെങ്കിൽ പകല് ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയാതെ ഒരാൾ ഉറങ്ങിപ്പോയി എങ്കിൽ അദ്ദേഹം പിറ്റേന്ന് പകൽ ളുഹറിന് മുമ്പായി അത് വീണ്ടെടുക്കട്ടെ എങ്കിൽ രാത്രി ചെയ്ത അതേ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് അത് നബി ഇമാം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്കാൽ ശരിയാണ്, അദ്കാലുണ്ട്. എന്താ അദ്കാലുള്ളത്? അദ്കാലിൽ പറഞ്ഞു ഇത് വെച്ചുകൊണ്ട് പുതിയ ദിക്ർ ഉണ്ടാക്കാമെന്ന്, പുതിയ എണ്ണം നിശ്ചയിക്കാമെന്ന്, പുതിയ രീതി ഉണ്ടാക്കാമെന്ന്. എന്തിനാണ് ഫൈസി ഇല്ലാത്ത തെളിവുകളെ തെളിവാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്താണ് നബി ഇമാമിന്റെ വാചകം? യംബഗി ലിമൻ കാന ലഹു വളീഫത്തുൻ മിനൽ ദിക്രി, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേകമായി സ്ഥിരമായി ചെയ്യുന്ന ദിക്റുണ്ട്, ഫീ വഖ്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ, രാത്രിയാവട്ടെ പകലാവട്ടെ ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന വല്ല ദിക്റും ഉണ്ടെങ്കിൽ, ഔ അഖിബ സ്വലാത്തിൻ, അല്ലെങ്കിൽ നിസ്കാരങ്ങളുടെ പിറകെ. അപ്പോൾ എല്ലാ നിസ്കാരവും കഴിഞ്ഞാൽ അയാൾ കുറച്ച് സ്ഥിരമായി ചെയ്യുന്ന ദിക്റുണ്ട്, ഒന്ന് ഖുർആൻ ഓതലുണ്ട്, അതല്ലെങ്കിൽ മറ്റേ ദിക്റുകൾ ചൊല്ലാറുണ്ട്. ഔ ഹാലത്ത് മിൻ അഹ്വാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന വല്ല ദിക്റുകളോ വല്ല ഇബാദത്തുകളോ അയാൾക്കുണ്ട്, ഫഫാതതുഹു, അയാൾക്ക് നഷ്ടപ്പെട്ടു, ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ ഒരിക്കൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനുണ്ട് എന്ത്? അയാൾക്കത് വീണ്ടെടുക്കാം, അതൊക്കെ ചെയ്യാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ്. ഇത് എങ്ങനെയാണ് ഫൈസി ഖുർആനിലെ ഒരു ആയത്ത് മാത്രം തിരഞ്ഞെടുത്ത് ഈ ആയത്ത് 1111 വട്ടം ചൊല്ലണമെന്ന് പറയാൻ തെളിവാവുക? എന്തു ന്യായപ്രകാരമാണ്, എന്ത് ഇജ്തിഹാദാണ് നിങ്ങൾ ചെയ്തത്? 4-ാം നൂറ്റാണ്ടോടുകൂടി എല്ലാ ഇജ്തിഹാദും അവസാനിച്ചത് പറയുകയും എന്നിട്ട് വലിയ വലിയ പണ്ഡിതന്മാർ ലോകത്തിനില്ല, കേരളത്തിൽ നിന്നില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഫൈസി അയാൾ എങ്ങനെയാണ് പിന്നെ ഈ വക സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും തെളിവേ അല്ല, നമ്മൾ തർക്കമുള്ള വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ അവസാനം മൂപ്പരെ കണ്ടെത്തിയ ഒന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ഒരു രീതി. അദ്ദേഹത്തെ ശിഷ്യൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ല മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, മദാരിജുസ് സാലിക്കീൻ 2 സ്ഥലത്ത് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മദാരിജുസ് സാലിക്കീൻ. ഞങ്ങൾ ആരും ഈ പറയപ്പെട്ട കിതാബൊന്നും കാണാത്തവരല്ല, പക്ഷെ കിതാബ് കാണിച്ച് സാധാരണക്കാരെ കബളിപ്പിക്കുന്ന ശൈലി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ രീതി സ്വീകരിക്കാത്തത്. ഇതാണ് മദാരിജുസ് സാലിക്കീൻ. മദാരിജുസ് സാലിക്കീനിൽ എവിടെല്ലാം ദിക്ർ ഉണ്ടാക്കാൻ പറ്റും, എന്തെല്ലാം എണ്ണം നിശ്ചയിക്കാൻ പറ്റും എന്ന് ചർച്ച ചെയ്യുന്നിടത്താണോ അദ്ദേഹം ഇത് കൊണ്ടുവന്നത്? ഒരിക്കലുമല്ല.
നേരെ മറിച്ച് ദിക്റുകളുടെ മഹത്വങ്ങൾ, ദിക്ർ ചൊല്ലിയുള്ള നേട്ടങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യാണ്. ആ കുറിച്ച് അദ്ദേഹം പറയാണ്, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നേട്ടങ്ങളെ അദ്ദേഹം ഒന്ന് ഹയാത്ത് ലഭിക്കും, ജീവിതം ലഭിക്കും. എന്തു ജീവിതം? ആ ജീവിതത്തെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ 8-9 തലത്തിലായി വേർതിരിച്ചു. ഒന്ന് കൽബിൻ്റെ ഹയാത്ത്, ബദനിയായ ഹയാത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ വേർതിരിച്ചു. എന്നിട്ട് അവിടെ കൽബുമായി ബന്ധപ്പെട്ട് കൽബിന് ഹയാത്ത് കിട്ടുക, ഹൃദയത്തിന് ജീവൻ കിട്ടാനുള്ള മാർഗങ്ങൾ അദ്ദേഹം പറയാ. അന്ന ഹയാത്തൽ കൽബി ബിൽ ഇൽമി വൽ ഇറാദത്തി വൽ ഹിമ്മ. അറിവ് കൊണ്ട് കൽബിന് ജീവൻ കിട്ടും. അതേപോലെ ഇറാദത്ത്, ഹിമ്മത്ത്, നിശ്ചയദാർഢ്യം കൊണ്ട്, അതേപോലെ ഇറാദത്ത്, ശരിയായ ഉദ്ദേശം കൊണ്ട് കൽബിന് ഒരാൾക്ക് ജീവൻ ലഭിക്കും എന്ന് പറയുകയും എന്നിട്ട് അത് വിശദീകരിക്കുകയും ചെയ്തിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹയാത്തുൽ ഖൽബി ബിദവാമിൽ ദിക്ർ. ദിക്ർ ദായിമാക്കിയാൽ, ദിക്ർ സ്ഥിരമാക്കിയാൽ കൽബിന് ഹയാത്തുണ്ടാകുമെന്നാണ്. ദിക്ർ ഒരാൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുവെങ്കിൽ കൽബിന് ഹയാത്തുണ്ടാകും. ശരിയാണ്, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവസ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് തുമഈനത്ത്, സമാധാനം ഉണ്ടാവുക. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആശയമായി ഇബ്നു ഖയ്യിം പറഞ്ഞത്. മറ്റു തർക്കിൽ ദുനൂബി, പാപങ്ങൾ ഒഴിവാക്കിയാലും ഹൃദയത്തിന് ജീവൻ കിട്ടും. ജീവിതത്തിൽ പാപം ഒഴിവാക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അറിവ് നേടുക, നല്ല ഹിമ്മത്ത്, നിശ്ചയദാർഢ്യം ഉണ്ടാവുക, ഇതൊക്കെ കൽബ് ഹയാത്താവാനുള്ള കാരണമാണ്. കമാ ഖല അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ, ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഇബ്നു മുബാറക്കിന്റെ ഒരു പദ്യം അദ്ദേഹം കൊടുക്കുന്നു. റഅയ്തുൽ ദുനൂബ തുമീതുൽ ഖുലൂബ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്യം. പാപങ്ങൾ ഹൃദയത്തെ കൊന്നുകളയുമെന്ന് പറയുന്ന ആശയം ഇമാം ഇബ്നു മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത് എടുത്തു കൊടുക്കുന്നു എന്ന് അദ്ദേഹം പറയും. സമയത്തു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ യഖൂൽ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ഒരാൾ പതിവായി ചെയ്താൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ബൈന സുന്നത്തിൽ ഫജ്രി വസലാത്തിൽ ഫജ്രി 40 മറ, ഫജ്ർ നിസ്കാരത്തിന്റെയും ഫജ്ർ സുന്നത്തിന്റെയും ഇടയിൽ എല്ലാ ദിവസവും 40 തവണ ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അഹ്യല്ലാഹു ബിഹാ ഖൽബഹു, അവന്റെ കൽബിന് ജീവൻ കിട്ടും എന്ന് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. എല്ലാ ദിവസവും ചൊല്ലൽ സുന്നത്താണ് എന്നല്ല, ഇതിനെ ചൊല്ലുക എല്ലാ മുസീബത്തും ഒഴിവായി കിട്ടുമെന്നല്ല, ഇത് ചൊല്ലൽ പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ് എന്നല്ല. നേരെ മറിച്ച് ഓരോ ദിക്റിന്റെയും മഹത്വം പറയുന്നിടത്ത് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത എന്നത് പതിവാക്കുമ്പോൾ കിട്ടുന്ന ഒരു നേട്ടങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴാണ് കൽബ് ജീവനുള്ളതായി മാറുമെന്ന് പറഞ്ഞത്. അത് അതിന് മാത്രമല്ല, മറ്റൊരുപാട് ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ ഹദീസിൽ വന്ന ദിക്റാണ്. അതേപോലെ ഈ ദിക്റിന്റെ ഏത് ദിക്റിന്റെയും നേട്ടമായി ഹയാത്തുൽ ഖൽബ് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിൽ വന്ന കാര്യമാണ്. ഇനി അതിൽ ആകെയുള്ള ഒരു വകുപ്പ് വേണമെങ്കിൽ ഫൈസിക്ക് ചോദിക്കാനുള്ളത് 40 തവണ എന്ന് ഇവിടുന്ന് കിട്ടി എന്നാണ്. അതിന് പണ്ഡിതന്മാർ 2-3 മറുപടികൾ പറഞ്ഞു കാണുന്നു. ഒന്ന്, ഇവിഷയമായി ദുർബലമായ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ലഈഫായ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ലഈഫാണ് വരുന്നതോടുകൂടി പിന്നെ പഠിച്ചിട്ട് ന്യായമില്ല. നേരത്തെ ഫൈസിയുടെ സംസാരത്തിൽ വന്നല്ലോ, ഉസാരിയെ പോലെ, ജീലാനിയെ പോലെ ഹദീസിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെന്ന്. അതെ, അവരെ പോലെ പ്രാഗൽഭ്യമുള്ള, അല്ലെങ്കിൽ അവരെക്കാൾ പ്രാഗൽഭ്യമുള്ള ഇജ്തിഹാദിന്റെ എല്ലാ ദർജയിലേക്കും എത്തിയവരാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. നബവി ഇമാം ഒരു മദ്ഹബിലാണ് ഫത്വ നൽകിയതെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് 4 മദ്ഹബിലും ഫത്വ നൽകിയ മഹാനായ പണ്ഡിതനാണ്. അതുകൊണ്ട് അദ്ദേഹം ഇജ്തിഹാദിന്റെ എല്ലാ ദർജയിലേക്കും എത്തിയവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹദീസിന്റെ സ്വീകാര്യതയും അസ്വീകാര്യതയും ചർച്ച ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു പക്ഷെ അവരുടെ പഠനത്തിൽ ഈ റിപ്പോർട്ട് സ്വഹീഹാണെന്ന് ധരിക്കുകയും അതുപ്രകാരം അവർ പറയുകയും ചെയ്തായിരിക്കാം. എന്നാൽ റിപ്പോർട്ട് സ്വഹീഹല്ല എന്ന് വന്നതോടുകൂടി നമുക്കത് മാതൃക ഇല്ല. ഫൈസ് എന്താ പറഞ്ഞത്? ഇത് ഇൽഹാമായിരിക്കാമെന്നാണ്, പടച്ച റബ്ബ് ഇൽഹാമായി നൽകിയതായിരിക്കാമെന്ന് ഫൈസി പറഞ്ഞില്ലേ? അബൂ ഹുറൈറയുടെ ചെയ്തിയോട്, ബിലാൽ റളിയല്ലാഹു ചെയ്തിയോട്, റിഫാഅത്ത് ബിൻ റാഫിന്റെ ചെയ്തിയോട് ഇദ്ദേഹത്തെ സാദൃശ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? അതുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് ഈ വക എന്തിനൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കേണ്ട. ശൈഖുൽ ഇസ്ലാം ആവട്ടെ, ഇബ്നു ഖയ്യിം ആവട്ടെ, ആര് പറഞ്ഞാലും ശരി, ഞങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിലോ തെളിവുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. ഇല്ലേ, ഞങ്ങൾ നിങ്ങളെപ്പോലെ മുഖല്ലിദീങ്ങളല്ല, നിങ്ങളെപ്പോലെ മുഖല്ലിദീങ്ങളല്ല. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞ ഈ 40 എന്ന എണ്ണം ഒരാൾ ലാസിമായി സ്വീകരിക്കുന്നുവെങ്കിൽ അതും പറ്റില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ലാസിമായി സ്ഥിരമായി ചെയ്യണമെന്ന മതപരമായ പുണ്യമുള്ള എണ്ണമായി കണക്കാക്കുന്നുവെങ്കിൽ അതും ബിദ്അത്തായി മാറും, സംശയമൊന്നുമില്ല.
അത് പറയാൻ ഞങ്ങൾക്ക് അതൊരു പ്രയാസവുമില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ മുക്കല്ലിദീങ്ങളല്ല. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും കിതാബിൽ നിന്ന് ഒരു വരികൾക്കിടയിൽ നിന്നൊരു കഷ്ണമെടുത്ത് കൊണ്ടുവന്നില്ല, അവിടെ ചെയ്തില്ലേ ഇവിടെ ചെയ്തില്ലേ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ലേ എന്ന ചോദ്യം മുജാഹിദുകളെ മുമ്പിൽ വിലപ്പോവില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കോപ്രായങ്ങളല്ല വേണ്ടത്, നേർക്കുനേരെ ന്യായങ്ങൾ നെറ്റി സംസാരിക്കാൻ ഫൈസി തയ്യാറാവണം. ഇനി പട്ടിക്കാട് നിന്ന് ഓടിയതുപോലെ, അമ്പലക്കടവിൽ നിന്ന് പോലും ഒളിച്ചോടിയതുപോലെ ഈ വിഷയത്തിൽ നിന്നും ഓടിപ്പോകരുത് എന്ന സൂചിപ്പിക്കാൻ ഫൈസി ഇടയ്ക്ക് പറയുന്നുണ്ട്. പാണക്കാട് തങ്ങന്മാരെ പറയിപ്പിക്കാൻ ഞാൻ കൂടി കാരണമായി എന്ന് പറയരുത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പറ്റില്ല. ഫൈസി പറയണം. ഫൈസിക്ക് ചില ഹിഡൻ അജണ്ടകൾ ഇതിനുള്ളിലുണ്ട്, ഞങ്ങൾക്കറിയാം. സമസ്തയുടെ ഉള്ളിൽ നിങ്ങൾക്കെതിരെയുള്ള പടപ്പുറപ്പാടുകൾ ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പാണക്കാട് തങ്ങന്മാർക്കെതിരെ നിങ്ങളൊക്കെ കളിക്കുന്ന കളികൾ നിങ്ങൾ അനുയായികൾക്ക് മാത്രമല്ല, ഇന്ന് അല്ലാത്തവർക്കും കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില ഭീതി ഫൈസിക്ക് ഉണ്ടാകും. പക്ഷേ തൽക്കാലം ഈ വിഷയത്തിൽ ഫൈസി സംസാരിച്ച് വെച്ച സ്ഥിതിക്ക് ഇതിവിടേക്കും എത്തിക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി അതല്ല ഈ വിഷയമായി നേരിട്ടിരുന്ന് സംസാരിക്കണമെന്ന് ഫൈസിക്ക് താല്പര്യമുണ്ടോ, നമുക്കതും ആലോചിക്കാം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നന്മയിലേക്ക് നമുക്കേവർക്കും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.